പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർമാനമായിട്ട് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കഴിഞ്ഞ 2 ദിവസം പറയുവാനിടയായിരുന്നു. അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം വേർപെടുത്തുവാൻ കഴിയാത്ത സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് വേർപെടുത്തുവാൻ കഴിയാത്തതാണ്. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഹല്ലേലൂയ, നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ വന്നാലും പൗലോസ് ഇതൊക്കെ അനുഭവിച്ചത് കൊണ്ടാണ് വ്യക്തമായിട്ട് പൗലോസ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ വേർപെടുത്തുവാൻ നമുക്ക് കഴിയത്തില്ല പ്രിയമുള്ളവർ. വേർപെടുത്തുവാൻ കഴിയാത്തതാ ക്രിസ്തുവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം വേർപെടുത്തുവാൻ കഴിയാത്തതാ. ആ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുന്നത് എന്ത്? ഹല്ലേലൂയ. കഷ്ടതയാണോ, പട്ടിണിയാണോ, ഉപദ്രവമാണോ, നഗ്നതയാണോ, ഈ ആപത്താണോ, വാളാണോ, എന്തു വന്നാലും ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ കഴിയത്തില്ലെന്നോ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നമ്മളെ സ്നേഹിച്ച് ഒരുവനുണ്ട്, അവൻ മുഖാന്തരം ഈ പ്രതിസന്ധികളിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്ന ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും പ്രശ്നങ്ങളും കഷ്ടതകളും വേദനകളും രോഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, അതിനൊക്കെയും നമുക്ക് ഒരു പൂർണ്ണ ജയമുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ആരാ നമ്മെ സ്നേഹിച്ചത്? നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് മുഖാന്തരം അതിനൊക്കെയും ഒരു പൂർണ്ണ ജയമുണ്ടെന്നാണ് ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഭാരപ്പെടുന്ന വിഷയങ്ങളില്ലേ, നമ്മുടെ കഷ്ടത, നമ്മുടെ രോഗം, ദുഃഖമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ലയോ പ്രിയമുള്ളവരെ? അതിലൊക്കെ നമ്മൾ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ധൈര്യത്തോട് പറയുവാൻ കഴിയണം, എന്നെ സ്നേഹിച്ച ഒരുവനുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അവൻ മുഖാന്തരം എനിക്കിതിലൊക്കെയും പൂർണ്ണ ജയമാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം. മരണത്തിനോ ഹല്ലേലൂയ ദൈവത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളവനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയത്തില്ല. ഇതിൽ നിന്നൊന്നും നമ്മളെ യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മളെ വേർതിരിപ്പാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ. എല്ലാറ്റിനും നമുക്കൊരു പൂർണ്ണ ജയമുണ്ട്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമുക്കിതിലൊക്കെ ഒരു പൂർണ്ണ ജയം. ഹല്ലേലൂയ. ആ വാക്യങ്ങളൊന്നും മറക്കല്ലേ. ഹല്ലേലൂയ. എന്താ മരണത്തിനോ ഹല്ലേലൂയ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെ ഇതിനൊന്നും നമ്മളെ ക്രിസ്തു യേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കുവാൻ കഴിയത്തില്ല. അതാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വേർപെടുത്തുവാൻ കഴിയാത്ത സ്നേഹം. ഈ അധ്യായം ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട അധ്യായമാണ്. അതിൻ്റെ 28-ാം വാക്യം വായിക്കുന്ന എപ്പോഴും നമ്മൾ പറയുന്നതാണ്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. പ്രതിസന്ധികൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, ബുദ്ധിമുട്ടുകൾ വരട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പ്രിയമുള്ളവരെ. ഇതൊക്കെ നന്മയ്ക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയുമെന്ന് രാവിലെ സമയം. അതുകൊണ്ട് ആ കർത്താവ് ഇവിടെ പറയുന്നത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൗലോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും എല്ലാം പൗലോസിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു പ്രിയമുള്ളവരെ. അവിടെ നിന്നൊക്കെയും പൗലോസിന് ഒരു പൂർണ്ണ ഹല്ലേലൂയ ജയം പൗലോസ് ജയം പ്രാപിച്ചുവെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താ? നമ്മെ സ്നേഹിച്ച് ഒരുവനുണ്ട്, ആ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു.
ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അറിയുന്ന ഒരു നല്ല കർത്താവ് ഇല്ലയോ പ്രിയമുള്ളവരെ? ആ കർത്താവിൽ നിന്നാണ്, ആ കർത്താവാണ് ഇതിനൊക്കെയും വിടുതൽ നൽകി തരുന്നതെന്ന് ഇന്ന് രാവിലെ സമയം നമ്മൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ 1-2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാം വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്ന സ്നേഹമാണ്. എത്ര പേർക്ക് ഹല്ലേലൂയ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും? നമ്മളെ നിർബന്ധിക്കുക, നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങളൊന്നും വാ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട് പ്രിയമുള്ളവരെ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കുക, നിങ്ങളൊന്ന് മടങ്ങി ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്. നമ്മളെ വേർപെടുത്തുവാൻ കഴിയാത്ത കർത്താവിൻ്റെ സ്നേഹമാണ് പ്രിയമുള്ളവരെ. ആ സ്നേഹത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, ശിഷ്യന്മാർ ദൈവത്തിന് സ്തോത്രം പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞിട്ട് ഹല്ലേലൂയ അവൻ പഴയ ജോലിക്ക് കടന്നു പോയിട്ടും അവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നെന്ന്, അവർക്ക് വേണ്ടി കാത്തു നിന്നെന്ന്. എത്ര നേരം കാത്തു നിന്ന് അവിടെ പറയുന്നില്ല. ഒരുപക്ഷെ ഒരു രാത്രി മുഴുവനും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കരയിൽ നിന്ന ഒരു കർത്താവ് എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. യൂദയെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞിട്ട് യൂദയെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഈ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, അവസാനത്തോളം സ്നേഹിച്ചെന്ന. യൂദയെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവന് അറിയാമായിരുന്നു. അവന് മടങ്ങി വരുവാൻ അവന് അവസരമൊക്കെ കൊടുത്തിട്ടും മടങ്ങി വന്നില്ല പ്രിയമുള്ളവരെ. പലപ്പോഴും മടങ്ങി വരുവാൻ ഹല്ലേലൂയ അവസരം തമ്പുരാൻ തന്നിട്ടും മടങ്ങി വരാതെ ഹല്ലേലൂയ ദൈവസ്നേഹത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ മടങ്ങി വാ. ഇന്ന് അനേക തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നശിച്ചുകൊണ്ടിരിക്കുക പ്രിയമുള്ളവരെ. തലമുറകളെ ഓർത്ത് നമുക്ക് കരയാം പ്രിയമുള്ളവരെ, കണ്ണുനീരൊഴുക്കാം. അവർ ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. കർത്താവ് അവർക്ക് അവസരം കൊടുക്കുക മടങ്ങി വരുവാൻ. ദൈവത്തിന് സ്തോത്രം. മടങ്ങി വരുവാൻ അവസരം കൊടുത്തിട്ടും അതിനെ ഹല്ലേലൂയ നിരസിച്ചുകൊണ്ട് പോകുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മടങ്ങി വാ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക്. വളരെ ശക്തമായിട്ട് ദൈവവചനത്തിന് മുമ്പാകെ ഞാൻ പറയുക, നമ്മെ നിർബന്ധിക്കുന്ന സ്നേഹമാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ ഹല്ലേലൂയ മരിച്ചിരിക്കുക. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവൻ ഇനിയും ഞങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വേണ്ടി, ഒരാൾക്ക് വേണ്ടി മാത്രമല്ല പ്രിയമുള്ളവർ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാ, എല്ലാവർക്കും വേണ്ടി, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ഒരു കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തമ്പുരാന്റെ പിതാവിൻ്റെ വലത്തുമാ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ. ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവൻ നമ്മളെ സ്നേഹിക്കുന്നവനാ, നമ്മളെ കൈവിടാതെ നമ്മളെ സ്നേഹിക്കുന്നവനാ, നമ്മളെ കരുതുന്നവനാ. അല്ലേ, മറക്കല്ല് കേട്ടോ. നമ്മൾ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ മാടി വിളിക്കുകയായി. ഹല്ലേലൂയ. ഈ രാവിലെ സമയം ഹല്ലേലൂയ ദൈവസ്നേഹത്തിലേക്ക് ഹല്ലേലൂയ ഒന്ന് മടങ്ങി വാ. ഹല്ലേലൂയ. മറുതലിച്ച് മടങ്ങിപ്പോകരുത്, പിന്മാറിപ്പോകരുത് പ്രിയമുള്ളവരെ. അത് നിർബന്ധിക്കുന്ന സ്നേഹമാണ്. അത് ദൈവത്തിന് സ്തോത്രം, അത് വേർപെടുത്തുവാൻ കഴിയാത്ത സ്നേഹമാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും കർത്താവിൻ്റെ സ്നേഹം നമ്മളെ വേർപെടുത്തുവാൻ കഴിയാത്തതാണ്. അത്ര ആഴമേറിയതാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മൾ മറക്കല്ല് കേട്ടോ, മറക്കല്ല്. ഹല്ലേലൂയ. ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കും, മാടി വിളിക്കുക. ഇന്ന് പകൽക്ക് രാവിലെ സമയം ഒന്ന് വാ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്നേഹത്തിൽ ഹല്ലേലൂയ അത് വലുതാ പ്രിയമുള്ളവരെ. ആ സ്നേഹം നമ്മളെ ഹല്ലേലൂയ മാടി വിളിക്കുക. ഹല്ലേലൂയ. ദൈവസ്നേഹം വിട്ട് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മടങ്ങി വാ. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഈ വചനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കാം. 2 കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന്, വേർപെടുത്തുവാൻ കഴിയാത്ത സ്നേഹം. ഒന്ന്, നിർബന്ധിക്കുന്ന സ്നേഹം. നമ്മെ നിർബന്ധിക്കുന്ന സ്നേഹമാണ് കർത്താവിൻ്റെ സ്നേഹം. നമ്മെ തന്നെ ദൈവസന്നിധി ഈ വചനങ്ങളാൽ സമർപ്പിക്കാം പ്രിയമുള്ളവരെ. പരിശുദ്ധനായ കർത്താവേ, സമയം കൂടെ ഞങ്ങൾക്ക് നല്ല വചനം കേൾക്കുവാനിടയായല്ലോ. വേർപെടുത്തുവാൻ കഴിയാത്ത കർത്താവിൻ്റെ സ്നേഹം, ഞങ്ങളെ നിർബന്ധിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിർബന്ധിച്ച് മടങ്ങി വരുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ആഹ്വാനം ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.